ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ റെയിൻബോ ഫ്രണ്ട്സ് ആണ്. ഇപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതൊരു ഹൊറർന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരിത്. ഇപ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിക്കാണ്ട് കളിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് പേടിച്ച് അങ്ങനെയുള്ള ഇതുള്ളൂ, അല്ലാണ്ട് ഹൊററല്ല. നമ്മളിതിൻ്റെ അകത്ത് ഒരു വേൾഡിലോട്ട് പോകും. അവിടെ നിന്ന് നമ്മൾ എന്തൊക്കെയോ കണ്ടുപിടിച്ച് കുറേ സാധനങ്ങളെടുത്ത് നമ്മളിവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ എൻ്റെ കൂടെ ഇപ്പോൾ 6 പേരുണ്ട്. എന്നെ അവിടെ കൂട്ടി നമ്മൾ ഒരു ടീമാണ്. നമ്മൾ രക്ഷപ്പെടണം. എൻ്റെ അനിയത്തിയുണ്ട്. ഹലോ ഗൈസ്. അനിയത്തി കളിക്കുന്നില്ല, ഞാൻ കളിക്കുന്നത് കാണുന്നുണ്ട്. കാരണം ആൾക്ക് റോബോക്സ് ഇല്ല, അതുകൊണ്ടാണ്. ഹലോ ഗൈസ്. ഇതാണ് നമ്മുടെ കളിയുടെ ഇത് കാണിക്കുന്നത്. ഇത് ഞാൻ വരുന്നുണ്ട് വീട്ടിൽ ഫോട്ടോ കിട്ടു ഇന്ത്യ പോകുന്നു. ഞാൻ പൂക്കുന്ന ആടെ കൂടെ ഉള്ള ആളാണ്. ഇതൊരു കട്ടീൻ പോലെയാണ്. നമുക്ക് നോക്കാം നമ്മളിവിടെ എന്നാ ചെയ്യുന്നതെന്നാണ് ആ പൂപ്പൻ ചോദിക്കുന്നത്. ഏതോ ഏറ്റി താഴ്ന്ന് കൈയൊക്കെ കിടന്നു എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരെല്ലാം സ്കിപ്പ് ചെയ്തു വോയിസ്, അതുകൊണ്ട് നമുക്ക് മൊത്തം കാണാൻ പറ്റിയില്ല. ഇതിനകത്ത് ചാടാൻ പറ്റില്ല വോയിസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്നുള്ള നമ്മൾ 25 ബൾബ് കണ്ടുപിടിക്കണം വോയിസ്. ഇതൊരു ബൾബ്, എൻ്റെ ബൾബ്. അയ്യോ പച്ച പച്ച പച്ച. അതുപോലെ കുറേ ആൾക്കാരുണ്ട് വോയിസ്. അവർ നമ്മളെ പിടിക്കാൻ വരും. അവർ പിടിക്കാതിരുമ്പോൾ നമ്മളറിഞ്ഞ ഓർമ്മ, അത്രേ ഉള്ളൂ. പക്ഷെ അതത്ര പാടിയല്ല. ഒരാളെ പിടിച്ച് ഓൾറെഡി വോയിസ്. കൊച്ചൻ്റെ പറയുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ പെട്ടുപോയല്ലോ. പുറത്തോട്ടിറങ്ങിയ പച്ചയാ. അല്ല വണ്ടി ഓടിക്കാൻ വോയിസ്. വണ്ടിയൊക്കെ ഓടിക്കുകയാണ്. ഇന്നിറങ്ങി ഓടിയൊക്കെ ഇല്ല. ചിലപ്പോൾ ഇപ്പോൾ ആരെങ്കിലും വന്നാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ബൾബുണ്ട്. 8 ബൾബ് 25 നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിനി ബാക്കിയും കൂടെ ഉണ്ട്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഉണ്ട്. അപ്പോൾ 10 കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ആർക്കും കൈപ്പുണ്ടെന്ന് ഇതില്ല. ഇതാരും ബോക്സിൽ പോകുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ തോന്നുന്നു. എല്ലാവരും ബോക്സിൻ്റെ അകത്താണ്. ഇവിടെ ആരെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. ഇല്ലെന്ന് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ ബൾബും കൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മണിയൊക്കെ അടിച്ചിട്ട് ട്രാപ്പാന്ന് തോന്നുന്നു. ഞാൻ പേടിച്ച് പോയി സജയിച്ചിരുന്നപ്പോൾ. ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ അകത്തുണ്ടോ? ഇല്ല. ഇതിൻ്റെ അകത്തുണ്ടോ? അതൊന്നും തുറക്കാൻ പറ്റുന്നില്ല. ഷോക്ക് അടിക്കുന്ന പോലെ മതിലുണ്ട്. ഇതിൻ്റെ അകത്തോടെ കയറിപ്പോ. ഏതോ ഒളിച്ചിരിക്കുന്നത് സഹിച്ചിരിക്കുന്നത്. എൻ്റെ അനിയത്തിയോടെ ആരും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. ഇതിൻ്റെ അകത്ത് ഉണ്ടോ? ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഈ ഷെഡിലോ ഇവിടെ ഒന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ചാടുന്ന ബട്ടണാന്നും പറഞ്ഞുകൊണ്ട് ഈ ഇരിക്കുന്ന ബട്ടൺ നിൽക്കുക. ഒരു ബൾബ് കിട്ടി. അയ്യോ ഇവിടെ ബ്ലൂവിൻ്റെ സ്ഥലം. അവിടെ ബ്ലൂവിൻ്റെ വില്ലനാണ് വീസ്. നമ്മളെ പിടിക്കാൻ വരും. അവൻ്റെ സ്ഥലമാണിത്. ബ്ലൂവിൻ്റെ ഇതിന് മലയാളത്തിൽ തന്നെ ഞാൻ മറന്നുപോയി വീസ്. ഇരിപ്പിടമാണ് വീസ്. ഇരിപ്പിടം ബ്ലൂവിൻ്റെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. ഇത് നമ്മുടെ ഇത് ലാസ്റ്റത്തെ ലെവലാണ് വീസ്. അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മളങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ബൾബാണ് കണ്ടുപിടിക്കേണ്ടത്. ബ്ലൂ വരുന്നുണ്ട് വീസ്. ബ്ലൂ എന്നെ കണ്ടു. പെട്ടിക്കത് വരട്ടെ. ഇപ്പോൾ പെട്ടാനെ വീസ്. ഓടിക്കോ.
അവിടെ പെട്ടിക്കകത്തോ ഇപ്പോൾ ചത്താനെ വീശിനെ ഇങ്ങോട്ട് പോണ്ട, അവിടെ ബ്ലൂ ഉണ്ട്. ചേട്ടാ ഇത് പച്ചയുടെ സ്ഥലമല്ലേ? ഇറങ്ങി ചത്തി. നമ്മളങ്ങനെ ആദ്യത്തെ റൗണ്ട് സക്സസ്ഫുള്ളി തോറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോവാം. 11 പേരായി. കുറേ പേരുള്ളതാണ് കേസ് നല്ലത്. 15 പേര് വരെ പറ്റും. 12 പേരേ ഉള്ളൂ കേസ്. അത്രയും ഉണ്ടല്ലോ ഭാഗ്യം. കേസ് കളി തുടങ്ങുകയാണ്. ഷോപ്പിൽ എന്താ ഉള്ളത്? ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല കേസ്. എൻ്റെ കയ്യിലൊന്നുമില്ല. സെറ്റിങ്സ് എന്തെങ്കിലും ഉണ്ടോ? സെറ്റിങ്സ് എനിക്ക് എടുക്കാൻ പോലും പറ്റില്ല. സെറ്റിങ്സ് എടുക്കാൻ പറ്റില്ല. ഇതെന്താ? ഇവിടെ സെറ്റിങ്സ് ഉണ്ടല്ലോ. സൗണ്ട്, ചാറ്റ്, അങ്ങനെ എടുത്തു വരുന്നു. തുടങ്ങി. ഇതാണ് കട്ടിങ്. എല്ലാവരും സ്കിപ്പ് അടിക്കാനായി. ഞാൻ സ്കിപ്പിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ സ്കിപ്പ് അടിച്ചിട്ടില്ല. അവന് ആ ആളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും. ചെയ്യണ്ടായിരുന്നല്ലേ? കാണായിരുന്നു. ഞാൻ എന്താ പുറകെ കൊണ്ടുപോയി വെള്ള കോട്ടിട്ട് റോബോട്ട് ഇരുന്നിരുന്ന് കാണിക്കുന്നു. അത് ഞാനാണ് പോയി. ആ പൂപ്പനെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. എല്ലാ ലൈറ്റും, അതായത് നേരത്തെ കളി നമ്മൾ കണ്ടുപിടിച്ചോണ്ടിരുന്ന ആ ലൈറ്റില്ല, ആ ലൈറ്റ്. അപ്പോൾ ഞാൻ ഇരിക്കുന്നു ഡാൻസ് കളിക്കുന്ന ഇതെന്നെ വീസ് ആരും വരുന്നുണ്ട്. ഹെഡ്ലെസ് എന്നൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനും വയ്ക്കാം. ഞാനും അടിച്ചു ചോദിക്കാം. എൻ്റെ തല പോകുന്നു. നിങ്ങൾക്ക് ഈ ഗെയിം കളിച്ച ആരെങ്കിലും ഈ കളിയിൽ നിന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും മറക്കാണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ വെറുതെ ബോക്സ് തരുന്നു. പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ അമർത്തിയേക്കണേ, അത് മറക്കല്ലേ. പിന്നെ കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ, ലൈക്കും അടിക്കണേ. പട്ടിക്കകത്ത് കയറിയിട്ടൊന്നും കാര്യമില്ല. അയ്യോ പച്ച. ജസ്റ്റ് മിസ്സിന് കേട്ടോ. ജസ്റ്റ് മിസ്. ബ്ലൂവിന് നമ്മൾ ബോക്സിൻ്റെ അകത്താണെങ്കിൽ കാണാൻ പറ്റില്ല. പക്ഷേ പച്ചയ്ക്ക് അറിയാൻ പറ്റും. പച്ച നമ്മുടെ ബോക്സിൻ്റെ അകത്താണ്. അങ്ങനെ പ്രശ്നമുണ്ട്. ഒരാളെ പിടിച്ചു പോയി ഓൾറെഡി. ഇവിടെ ഇല്ല, അങ്ങോട്ട് ഒരാളെ കൂടെ കിട്ടി. അതിൻ്റെ അകത്തോട്ട് അയ്യോ പച്ച. പച്ച എന്നെ കണ്ടു പോയി. അയ്യോ ഇല്ല 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 ഇല്ല. പച്ച അങ്ങോട്ട് പോയി. പച്ചയ്ക്ക് എന്തോ ഒരു പവറുണ്ട്. പച്ചയുടെ പവറിനെ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഈ ഇവിടെ ബ്ലൂ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ ഒരു കൈ ഉണ്ടായിരുന്നു. ഈ ഓർഡർ ബൾബുണ്ട്, 2 ബൾബ്, 2 എടുത്തിട്ടുണ്ട്. ഇനി ഓടിക്കോ. അവിടെ എന്തെങ്കിലും ഉണ്ടോ? പച്ച കറക്റ്റ് ആയിരുന്നു. എൻ്റെ അനിയത്തി പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു വീസ്. അയ്യോ ഇപ്പോൾ പെട്ടാനെ വീസ്. പച്ചയ്ക്ക് ചെവി കേൾക്കാമെന്നാവുന്നു, പക്ഷെ കാണാൻ പറ്റും നല്ലപോലെ. അതാണ് എൻ്റെ പറഞ്ഞു തോന്നുന്നു.
ചെവി കേൾക്കില്ല, പക്ഷെ കാണാൻ പറ്റും. അതാ നമ്മൾ ബോക്സിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ പിടിക്കുന്നത്. ഞാൻ ബോക്സിൽ കയറിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പിടിക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലൂ നടക്കുന്ന കണ്ടിട്ട് എൻ്റെ അനിയത്തിക്ക് ചിരി വരികയാണ്. അതവിടെ ആരോ പെട്ടെന്ന് തോന്നുന്നു. ഒരുത്തിനെ കണ്ടിട്ടുണ്ടോ, രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. അവനെ പിടിച്ചു വീസ്. അയ്യോ പച്ച നമുക്ക് ഈ വഴി പോവാം. പച്ച വരുന്നുണ്ട് വീസ്. ഞാൻ ഓടുവാണ്. ഇവിടെ ബ്ലൂ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ രക്ഷപ്പെടുന്നേ, എന്നെ പിടിക്കല്ലേ. ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പിടിക്കാൻ പറ്റും. ശരിയാണ്, ഇവിടെ ഇല്ലെന്ന് നോക്കാം. എൻ്റെ ഒരു ഇഷ്ടം പോലെ ബൾബുണ്ട് വീസ്. 3 ഉള്ളൂ. 3 തോന്നുന്നു. അത് കൂടുതൽ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ടോട്ടൽ അവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്നത് 11 ഉണ്ട്. ഞാൻ കൊണ്ടുപോയി എൻ്റെ കയ്യിലുള്ളതെല്ലാം വെച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത്രയും കഷ്ടപ്പെടണ്ടല്ലോ. അയ്യോ എന്നെ എടുത്തോണ്ട് പോയാൽ അയ്യോ അയ്യോ രണ്ടും അയ്യോ അമ്മ ഇതെന്നെ ഒച്ച കേട്ടോണ്ടിരിക്കുന്നു. ഞാനാ അല്ലെന്ന് തോന്നുന്നു. എന്തായിരുന്നു രണ്ടുപേരും ഒന്നിച്ച് തോന്നുന്നു. ഇപ്പം ചത്തേനെ നടുക്കിട്ട് തന്നെ നീക്കി. അമ്മോ ഒരു ബൾബ് ഇരിക്കുന്നു. ഇവിടെ കുറേ ബൾബുണ്ടായിരുന്നില്ല നേരത്തെ. ഗ്രീൻ തന്നെ ഇതിലല്ലേ പിടിക്കാൻ വന്നു. അന്നേരം അവിടെ ഞാൻ കുറേ ബൾബുണ്ട്. അതേ ഇങ്ങോട്ടൊന്ന് ഇതേ ഇരിക്കുന്നു. അതൊന്നും ഇവിടെ ഇഷ്ടംപോലെ ബൾബുണ്ട്. ഇതേ ഇരിക്കുന്നു, ഇനിയുണ്ട്. ഇതെല്ലാം കൊണ്ട് നമുക്ക് തിരിച്ചു വെക്കാം. ഞാൻ കുറേ ബൾബ് കൊണ്ട് വെച്ച് വീശി. ഇനി നമുക്കൊരു 3 ബൾബും കൂടെ കണ്ടുപിടിച്ചാൽ മതി. പെട്ട് വീശി ബ്ലൂവിനെ കണ്ടായിരുന്നു. എന്നെ പിടിക്കാൻ ഇപ്പം രക്ഷപ്പെട്ടാൻ ഇപ്പം ചേത്താൻ ഇവ രക്ഷപ്പെട്ടാനേ നോക്കി. ഇവിടെ നിന്ന് ഇറങ്ങി ഓടാൻ. ഇത് 3 കൂടെ ഉണ്ട്. അത് എവിടെയാണെന്ന് അറിയത്തില്ല. ബ്ലൂവിൽ പോകുന്നുണ്ട്. ഒരുത്തിനോട് ചെത്തു. അയ്യോ ഇനി എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഞാനൊരു റോളർ കോസ്റ്റർ റൈഡ് കഴിഞ്ഞിട്ട് അയ്യോ ഈ സാധനോ? ഇത് പർപ്പിളിൻ്റെ സ്ഥലം. അതിൻ്റെ അകത്ത് പർപ്പിളുണ്ട്. ഇതിൻ്റെ അകത്ത് 2 കൈകൾ വരും. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വരുന്നു കേട്ടോ. ഒരു സാധനം നമ്മളെ പിടിക്കാൻ വരും. നമ്മളതിൻ്റെ അകത്ത് ബൾബ് എടുക്കണം. ലാസ്റ്റത്തെ ബൾബ് അവിടെ ഇരിപ്പുണ്ട്. വോയിസ് എന്നെ പിടിക്കും ഇറങ്ങിയാൽ. എന്നാലും ഉണ്ട് വരുന്നുണ്ടോ നോക്കി. അവനങ്ങോട്ട് പോയിട്ടുണ്ട്. അത് എൻ്റെ സ്ഥലം. അത് വോയിസ് പിടിക്കാൻ വരുന്നുണ്ട്. അയ്യോ ഇതുകൊണ്ട് വരുന്നു. അങ്ങോട്ട് പോയി പോവാം. ഇറങ്ങിക്കോ. രക്ഷപ്പെട്ടു. എൻ്റെ ലാസ്റ്റത്തെ 3 ബൾബും കിട്ടിയിട്ടുണ്ട്. വോയിസ് ഇനി അവിടെ കൊണ്ട് തിരിച്ചൊന്ന് വെച്ചാൽ മതി. ജയിക്കാൻ പറ്റും. ഈ റൗണ്ട് ജയിക്കാൻ പറ്റും. അങ്ങനെയൊന്നും പറയല്ലേ. നമ്മളങ്ങനെ ഫൈനലായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അയ്യോ ബാക്കി എല്ലാം ചത്തു. ഞാനും വേറൊരാളും കൂടെ ഉള്ളൂ. 2 പേര് ചത്തു. അയ്യോ അത് കട്ടിങ് ആണ്. അവൻ വോട്ട് ചെയ്ത് സ്കിപ്പ് ചെയ്യാൻ. ഹലോ ഞാനുണ്ട്. ബോക്സിൽ കയറി. ഞാൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ബോക്സിൽ കയറിയിട്ടുണ്ട്. ഞാനും അവനെന്താ ഇങ്ങനെ കുത്തിയിരുന്ന് കളിക്കുന്ന. അവൻ റോബക്സ് കൊടുത്ത് കളിക്കുന്നതാണ്. നമ്മൾ അങ്ങനത്തെ ആളല്ല.
ശരിക്കല്ല. ഓ ഇനി അടുത്തത് ഇത് വെക്കണം ഗൈസ്. അടുത്ത് തന്നെയായിരുന്നു ഡൈനാമൈറ്റ് അല്ലേ കണ്ടുപിടിക്കുന്നത്. അയ്യോ യെല്ലോയും വന്നു ഗൈസ്. യെല്ലോ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ എടുത്തിട്ട് ആവശ്യത്തോടെ പറക്കും. എന്നിട്ട് പറന്നിട്ട് ഒരു സ്ഥലം എത്തുമ്പോൾ നിലത്തോട്ട് എടുത്തിടും. അവിടെ നേരത്തെ ഒരു ബൗൺസ് ഹൗസ് പോലത്തെ ഒരു പർപ്പിൾ സാധനം പോലത്തെ കണ്ടില്ലേ, അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇറങ്ങണം. അതിൻ്റെ അകത്തോട്ട് കറക്റ്റ് ചാടിയില്ലെങ്കിൽ ഞാനും ഇവനും കൂടെ ഉള്ളൂ. ആ ഇനി ഗ്യാസ് കാനിസ്റ്റർ കണ്ടുപിടിക്കണം. 15 എണ്ണം. ഇപ്പൊ തന്നെ 3 എണ്ണം കിട്ടി, 4 എണ്ണം കിട്ടി. ഈ ബൗൺസ് ഹൗസിൻ്റെ അകത്തോട്ട് ചാടണം. ആരെന്നെ കണ്ടു ആരെങ്കിലും കണ്ടെന്ന അർത്ഥം. ഇപ്പൊ 5 എണ്ണം എനിക്കിപ്പോ കൊറേ കിട്ടിയിട്ടുണ്ട്. 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ഇഷ്ടം പോലെ ഗ്യാസ് ഉണ്ട്. രക്ഷട്ടെന്ന് വന്നു വേർപ്പിക്കാതെ അനിയത്തിക്ക് പേടിയാവുന്നു. ടെൻഷനാണ്. അയ്യോ ബ്ലൂ പുറത്ത് തന്നെ നിന്ന് കളിക്കുക. ഇവിടെ ബ്ലൂവിന്റെ കൈ വന്നു. ഓടിക്കോ. നേരെ ഓടി പോയി ഓടുന്നു. ഞാൻ 10 എണ്ണം വെച്ചിട്ടുണ്ട്. 11ാമത്തെ ഉള്ളിലുണ്ട്. 11 എണ്ണം വെച്ചിട്ടുണ്ട്. അവനും പോയോ? ഇല്ല, അവനും കൂടെ ഉണ്ട്. അവൻ പോയിട്ടില്ല. ഇങ്ങനത്തെ എവിടെയെങ്കിലും ഉണ്ടോ? ഗ്യാസ് കാനിസ്റ്ററേ. ഇതാരുടെയും പേസ് അല്ല, ഒരു സ്ഥലമാണ്. വരാനൊക്കെ പറ്റും. എന്തോ വാതിൽ തുറന്നോ? ഇവിടുത്തെ വാതിൽ തുറന്നാണോ? ആരെങ്കിലും അല്ലല്ലോ. ഇവിടെ ഗ്യാസ് ഇല്ല. ഞാൻ ഇപ്പോൾ പുറത്തെത്തിയില്ല. എവിടെ എസ്കേപ്പ് ചെയ്തിട്ട് അവിടെ ഷോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയൊക്കെ ഇടയിൽ പെടും. പുറത്താരെയൊക്കെ ഉണ്ടെങ്കിൽ ആരും ഇല്ലല്ലോ. അല്ലേ ഇല്ലെന്ന് തോന്നുന്നു. നോക്കിയൊക്കെ പോയേക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചെത്തിരിക്കുന്നു. ഇവിടുത്തെ ആരും ഇല്ലല്ലോ. അല്ലേ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനിയത്തി പറയുന്നത് പച്ച ഉണ്ടെന്നാണ്. ഇതിനകത്തൊന്നും ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. ഓ ഇതിൻ്റെ മണ്ട കയറുന്നു. ഇതിൻ്റെ അകത്ത് ഗ്യാസ് കാനിസ്റ്റർ ഇല്ലെന്നാണ് തോന്നുന്നത്. ഈ തുളയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവിടെ ഒന്നും ഇല്ല ഗ്യാസ് കാനിസ്റ്റർ. അതിൻ്റെ ബ്ലൂ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഒച്ച കേൾക്കുന്നുണ്ടോ? അവൻ ചേർത്തോ? ഇല്ലല്ലോ. അവൻ ചേർത്തില്ല. അപ്പോൾ 11 ഗ്യാസ് കാനിസ്റ്റർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇങ്ങനെ കയറാൻ പറ്റൂലോ. കുഞ്ഞിരിക്കുന്നു. മര്യാദക്ക് കയറണം. കയറാൻ പറ്റുന്നില്ല. അയ്യോ ഇനി പർപ്പിളിൻ്റെ സ്ഥലമാണ്. ഇവിടെ കല്ലവിടെ ഇരിക്കുന്നത്. അയ്യോ മഞ്ഞ ഉണ്ടായിരുന്നു ഇവിടെ. ചത്തു അതൊന്നും ചെയ്യാറ്റില്ലായിരുന്നു. മഞ്ഞ ഉണ്ടായിരുന്നു, പർപ്പിളും ഉണ്ടായിരുന്നു. രണ്ട് സൈഡിൽ ഇപ്പം ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതാ പറ്റിയത്. വേറെ ഏതെങ്കിലും ഒരു ഗെയിം നോക്കാം ഗോയ്സ്. അപ്പോൾ നമ്മൾ റെയിൻബോ ഫ്രണ്ട്സിൽ നിന്ന് നേരെ റൈവൽസിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ കളി കളിച്ച് കുറച്ച് ലെവലൊക്കെ കയറ്റിയായിരുന്നു ഗോയ്സ്. അപ്പോൾ ഞാൻ 33 ഇതിൻ്റെ ലെവല്. ആദ്യം ഇവിടെ കളിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ കഴിഞ്ഞ ദിവസം വേറൊരു റൈവൽസിൻ്റെ വീഡിയോ തന്നെ
ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് നിങ്ങൾ ചെന്ന് കാണുക, അത് ലൈക്കൊക്കെ അടിക്കുക. ആരും വരുന്നില്ല. ഒരാൾ വരുന്നുണ്ട്. ആരെങ്കിലും വരൂ. ഒരാൾ വന്നിട്ടുണ്ട്. സോ നമ്മളെക്കാൾ ലെവൽ കൂടുതലാണ്. ലെവൽ 56 ആണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്പാഷ് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ അരീനയാണ് വന്നത്. ശരി, അപ്പോൾ നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റുമോ നോക്കാം. എനിക്ക് എൻ്റെ കത്തിക്ക് പിന്നെ പുതിയ സ്കിന്നൊക്കെ കിട്ടിയായിരുന്നു. സ്നൈപ്പറാണോന്ന് സംശയമുണ്ട്. ഇങ്ങനെ നടക്കുന്നു, ഇതിന് പറന്നു നടക്കുന്ന പോലെ. എന്നാന്ന് മനസ്സിലാകുന്നില്ല. ഈ അവൻ്റെ കയ്യിലിരിക്കുന്ന നമ്മൾ ആദ്യത്തെ റൗണ്ട് ജയിച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷേ എന്നാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല അവൻ്റെ കയ്യിലിരിക്കുന്നത്. വൈസ് ഇത് നോക്ക് വൈസ്. ഇത് നോക്ക് വൈസ്. അവൻ കളിയിൽ ഇറങ്ങിപ്പോ. നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കില്ലൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഇത് കത്തിയുടെ പറഞ്ഞുണ്ട് വൈസ്. ഇത് മാറ്റി ട്രിക്ക് പോലെ കണ്ടോ വൈസ്. ആരെന്തി കളി തുടങ്ങി പ്ലീസ്. നമ്മളെ കളി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മറ്റേ ജംഷാഡ് എന്ന് പറയുന്ന സാധനം 5 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ജംഷാഡും കൂടി കിട്ടാൻ എവിടെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് എടുക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷെ അങ്ങോട്ട് എത്താൻ എനിക്കറിയത്തില്ല. എവിടെയാന്ന് സ്ഥലം അറിയാം എനിക്ക്. ആരെങ്കിലും കളിക്കാൻ വരുമോ? വന്നിട്ടുണ്ട്. എന്നെക്കാളും ലെവൽ കുറവാണ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, ബാക്ക് റൂംസോ? എവിടെ നിന്ന് ഞാൻ കളിച്ചിട്ട് പോലില്ല. അവൻ എനിക്ക് ഈ മാപ്പ് അറിയത്തില്ല. എന്തോരം വലിപ്പം ഉണ്ടെന്ന് പോലും അറിയത്തില്ല എനിക്ക്. അത് കൊണ്ടില്ല. അവനും RPG പ്ലെയറാണ് തോന്നുന്നു. അയ്യോ, അതെനിക്കോട്ട് എന്ത് ഡയറക്റ്റ് ഹിറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു. ഡയറക്റ്റ് ഹിറ്റിന് ഞാൻ ഫുൾ ബോഡി ഷോട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടിരുന്നത്. അപ്പോൾ ഞാനൊരാൾ ചോദിച്ചത് കറക്റ്റാക്കി. ഇപ്പോൾ എനിക്കറിയാം ഡയറക്റ്റ് ഹിറ്റ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഡയറക്റ്റ് ഹിറ്റ് അടിച്ചിട്ടുണ്ട്. RPG വെച്ച് ഫുൾ ബോഡി ഷോട്ടൊന്നല്ലായിരുന്നു. നമുക്ക് കത്തി വെച്ച് സ്പീഡിലാണ്. എന്നിട്ട് ഇതുപോലെ പുറകെ ഒന്ന് അടിക്കാൻ വേണ്ടത്. അവനെ നമ്മൾ തെറിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവനെന്ത് കാണാനില്ല. മാജിക് ട്രിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മാജിക്ക് വരുന്നോളം വരെയോട് നിൽക്കും.
ഒരു ക്ലീൻ നച്ച കേൾക്കുമ്പോൾ മാലിക്ക് വരുന്നത്. ആ വന്നു ഇതുണ്ട്. എനിക്ക് പോയിസവൻ അവർക്ക് രണ്ടേടിട്ട് എന്തോ പിടിച്ചോണ്ട് വെക്കുന്നത്. നമ്മളെന്തായാലും ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും മനസ്സിലായില്ല. എനിക്ക് സെവനിവിടെ കണ്ട പോലെ ഒരു തോന്നും. ഇല്ല, അത് തോന്നൽ മാത്രമായിരുന്നു. അവനെന്ത് ഇവിടെ ഒന്നും ഇല്ലേ? ഓ, ഈ മാപ്പ് ഒന്നും മനസ്സിലാകുന്നില്ല. അവനല്ലേ ഇപ്പോൾ പോയി അങ്ങോട്ട്? ഇപ്പോൾ ഒന്ന് കണ്ടായിരുന്നു, എന്നിട്ട് ഇപ്പോൾ വീണ്ടും മാഞ്ഞു പോയതുപോലെ അങ്ങോട്ട്. ഇതന്നെ അവനെ ഇപ്പോൾ വീണ്ടും കാണാനില്ല. ആ, എൻ്റെ പുറയിലുണ്ട്. ഇവിടെ എവിടെയുണ്ട്? അതേ ഹൊയ് 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 ഹൊയ്. എന്ത് ആ ഡയറക്റ്റ് ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അവനെ ഇനി ഇടിച്ചു കൊല്ലാൻ നോക്കുമായിരുന്നു. ഈ റൗണ്ട് ജയിച്ചാൽ നമ്മൾ ഈ കളി മൊത്തത്തിൽ ജയിക്കും. പോയിസ് എൻ്റെ മാജിക് വരട്ടെ. ആ വന്നിട്ടുണ്ട്. കത്തി വെച്ച് വന്നാലോ പോയിസ്? ഇറങ്ങി വാന എന്ത് കത്തി വെച്ച് വന്നു വിസാന്. അവൻ എന്നെ റീമാച്ചിന് വിളിച്ചു. വീണ്ടും റീമാച്ചിന് വന്നിട്ടുണ്ട്. സ്പ്ലാഷ് ആയിരുന്നു വേണ്ടേ, എന്നാലും കുഴപ്പമില്ല. ഇത് ഞാൻ കളിച്ചിട്ടെങ്കിലും ഉണ്ട്. 2 പ്രാവശ്യം കൊണ്ട് കളിച്ചിട്ടുണ്ട് ഈ മാപ്പ്. അതുകൊണ്ട് ഇനി അത്ര കുഴപ്പമില്ല. എന്നാലും എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ മാപ്പ്. അവനോട്ട് റെഡി കൊടുത്തിട്ടുണ്ട്. എന്നെ കത്തിച്ചിട്ടു സാർ. അവൻ റീലോഡിങ്ങിൻ്റെ ഒച്ച ഞാൻ കേൾക്കുന്നുണ്ട്. അവൻ്റെ അവനവിടെയാണെന്ന് അറിയത്തില്ല. എവിടെയാണിടാ നീ? ഇതേ പോന്നു പുറത്തോടെയൊക്കെ. അങ്ങോട്ട് പോകും. അങ്ങോട്ടെന്തിനാ പോയ? അത് ഓൾറെഡി പുറത്ത്. അത് ശരിയാണ്. ആ, അറിയാണ്ട് പോയതാണ് സംശയം. അറിയാണ്ടാണെങ്കിൽ ഒന്ന് എഴുതി കാണിക്കുമ്പോൾ അന്നേരം തന്നെ മാറേണ്ടതല്ലേ. എന്നിട്ട് അവൻ അകത്തോട്ട് കയറി വെക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. മിസ് എന്നെ സംഭവം അറിയത്തില്ല. സ്റ്റക്കും ഇല്ല ആയതാണോ? അതുകൊണ്ട് വൈഫൈ പോയതാണെന്ന് തോന്നുന്നു. അല്ല, അവൻ വീണ്ടും ഇപ്പോൾ ബൗണ്ടറിയുടെ പുറത്തോട്ട് പോയി ചാവുകയാണ്. അവൻ എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. വീണ്ടും വീണ്ടും ബൗണ്ടറിയുടെ പുറത്ത് പോയി ചത്തോണ്ടിരിക്കുക. അവളിപ്പോൾ ചത്താനേ പോയി. വെള്ളത്തിൽ പോയി ചത്താനേ പോയി. അവനെന്തെന്ന് കാണുന്നിട്ട് പോയി. ഇത്തവണ നല്ലൊരു ഇപ്പോൾ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പോയി ഇത് ഇതുവരെ ചത്തിട്ടില്ല. ഇപ്പോൾ ചാണ്ടി തന്നെ. ആ, അതേ അവിടെ പോയിട്ടുണ്ട്. ഒരു ഷോട്ട് കൊടുത്തിട്ടുണ്ട്. പോയി ഓക്കെ. ആ വെള്ളത്തിൽ പോയി. അവനടിച്ച് വെള്ളത്തിലോട്ട് ഇട്ട്. അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഉയ് ഉയ്യോ ഉയ് ഉയ്. അവനവിടെയാണ്. അതേ നിൽക്കുന്നു. ഇത് തന്നെ വെച്ചിട്ട് നോക്കാം. അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അതേ നിൽക്കുന്നു. എന്നാൽ അത് കത്തി വെച്ച് കയറി ചെല്ലാം. ഉയ് കത്തി വെച്ച് തന്നെ എടുത്തേക്കാം. വെള്ളത്തിൽ പോയി ചത്തു പോയി. നമ്മളൊന്നും ചെയ്യേണ്ടി വന്നിട്ട് ഒരടി അടിച്ചു വേണം. അന്നേരത്തേനും വെള്ളത്തിലോട്ട് ഈ ഗ്രനേഡ് ജമ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടെ. വോയിസ് അത് ഞാൻ ചെയ്തിട്ടില്ല.
ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു ഗൈസ്, അതുകൊണ്ട് ചുമ്മാ ചെയ്ത് നോക്കിയതാണ്. അവൻ എവിടെയാണ്? ഓ ഉടനെ ഇവിടെ മരിച്ചാടി ഗൈസ്. അവൻ എവിടെയാണ് അറിയില്ല. അവനവിടെ നേരത്തെ പോലെ ബാക്ക് റൂംസിൽ ഒളിച്ചിരുന്നാൽ ഒളിച്ചിരിക്കുമെന്ന് തോന്നുന്നു. അല്ലതെ എവിടെ വരുന്നുണ്ട് ഗൈസ്. കത്തി വെച്ച് കൊണ്ടിട്ടുണ്ട് ഗൈസ് ഒറ്റടിക്ക്. വീണ്ടും റീമാച്ചിന് വന്നു. എനിക്ക് ലെവൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒറ്റടിക്ക് മാറും. ഭയങ്കര കളി കളിക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ചുമ്മാ ഈ മാപ്പ് എടുത്തു ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഈ മാപ്പിൽ കളിച്ചപ്പോൾ അത്ര കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചുമ്മാ കളിക്കുന്നൊക്കെ എനിക്ക് ഞാൻ ജമ്പ് ചെയ്യാനാണ്. അയ്യോ അമ്മേ, ഓ അതെന്തായിരുന്നു ഇപ്പം ചെത്താനെ. ഓ അവനവിടെ ഒന്ന് കണ്ടുപിടിക്കണം ഗൈസ്. ആ അതെ പോയോ? ആ അതെ കത്തിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഈ തോക്ക് വെച്ച് കൊല്ലാൻ പറ്റുമോ നോക്കാം. ഈ സ്പ്രേ വെച്ച്. ആ എവിടെയാണ്? വേറെ അറിയൂ. ആ ഇതൊന്നും കൊള്ളാം കേട്ടോ. ഈ സ്പ്രേ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ സ്പ്രേ വെച്ച് ഇത് വെച്ച് സെയിം സ്പീഡല്ലേ കത്തി. ഗ്രനേഡും സെയിം സ്പീഡാണ് ഗൈസ്. ഞാൻ വരുന്നുണ്ട്. പോയി എനിക്കറിയാം നിൻ്റെ അകത്താണ്. അയ്യോ മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മൾ ആ റൗണ്ടും ജയിച്ചു. അങ്ങനെ RPG എടുത്തോണ്ട് RPG എടുക്കേണ്ടി വന്നു ഗൈസ് ആ റൗണ്ടിലില്ലേ നമ്മൾ ചത്താന്. എന്തും പിടിച്ചോണ്ട് പോകാം ഗൈസ്. പിന്നെ എവിടെയാണ്? ആ അതേ പോകുന്നു. എന്നെങ്കിലും കൊള്ളുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവിടെ എത്തിയില്ല, അതിൻ്റെ അകത്ത് കയറില്ല. എന്ത് പിന്നെ കാണാനില്ലല്ലോ. എന്തായാലും ഇപ്പൊ സമയം ഞാൻ ഒളിച്ചിരുന്നാലും അവൻ തന്നെയാണ് നോക്കുന്നത്. ആ വന്നിട്ടുണ്ട്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. മാച്ച് പോയിന്റ് ആയി ഗോയ്സ് ഓൾറെഡി 4-0. ഇപ്പോൾ ഈ റൗണ്ട് ചോദിച്ചാൽ നമ്മൾ കളിച്ചിരിക്കും ഗോയ്സ്. അപ്പോൾ ഗോയ്സ് എല്ലാവരും മറക്കാണ്ട് തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടണോ ഒന്നുമില്ല മറക്കാതെ തന്നെ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക, റിലേറ്റീവ്സിനൊക്കെ. അപ്പോൾ എല്ലാം മറക്കാണ്ട് ചെയ്യണം ഗോയ്സ്. ആ കാണാൻ കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തായാലും മറക്കാണ്ട് ആ കാര്യം സബ്സ്ക്രൈബും ലൈക്കും അതെല്ലാം ചെയ്തേക്കണേ, മറക്കല്ലേ. ഗോയ്സ് ഇതെങ്ങനെയുണ്ട് ഗോയ്സ്? എൻ്റെ അപ്പോൾ റൈഫിളിന് കിട്ടിയ സ്കിന്ന് സെറ്റപ്പ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു ഗോയ്സ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
കിട്ടി നൈഫ്. ഇതന്നെ നല്ല അടുത്ത കളിയിലോട്ട് പോവാ. ആരെങ്കിലും വരുമോ? ഇവിടെ എൻ്റെ അകത്തോട്ട് ഉറങ്ങാവോ? ഇവിടെ ജംഷാഡ് വല്ലതും ഉണ്ടായിരിക്കും. ഇവിടെ ഇല്ല. എല്ലാത്തിൻ്റെ പുറകെ നോക്കാം. ചിലപ്പോൾ ജംഷാഡും ഉണ്ട്. ഇതിൻ്റെ പുറകിലൊക്കെ കയറ്റി വെക്കും നമ്മൾ ഗെയിമിൻ്റെ ആൾക്കാർ. ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്തുണ്ടോ? ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്തുണ്ടോ? ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്തുണ്ടോ? ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്തുണ്ടോ? എവിടെയാണ്? കാണത്തില്ല. ഏതെന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്തുമില്ല. ഇവിടെ ഉണ്ടോ? പിന്നെ അങ്ങോട്ട് നിറക്കുമോ? ഇതിൻ്റെ അകത്തും ഇല്ല. ഇതിൻ്റെ അകത്തും ഇല്ല. ഇതിനകത്തുണ്ടോ? ഇതിനകത്തും ഇല്ല. പോയി. ഇതിനകത്തുണ്ടോ? ഇതില്ല. അപ്പം എല്ലാവരും നോക്കി അവിടെ ഒന്നും ഇല്ല. ഹലോ ബ്രോ, കളി തുടങ്ങാം. 36 35 എന്നേക്കാൾ ഒരു ലെവൽ കൂടുതലാണ്. കളി ജയിച്ചായിരുന്നു. എനിക്ക് എല്ലാ കളിയും ജയിക്കണമെന്നാണ് ആഗ്രഹം. വീണ്ടും അരീന എടുത്തു. പക്ഷേ അരീന മാത്രമാണ് വയസ്സ് എപ്പോഴും വരുന്നത്. എൻ്റെ ടാസ്കിൻ്റെ അത് നോക്കൂ. RP വെച്ച് 500 കില്ല് എടുക്കണം. കണ്ടോ വയസ്സ്? കത്തി വെച്ച് 50 കില്ല്. ഫ്രീ വിന്ന് ചോദിക്കുന്നുണ്ട്. ഫ്രീ വിൻ നമ്മൾ കൊടുക്കാൻ പാടില്ല വയസ്സ്. നമ്മളെപ്പോഴും അവന് 14 കീ വേണമെന്ന്. ഓക്കെ, അയച്ചേക്കാം വയസ്സ്. നമ്മൾ പാവമാണ്. ഒന്നോടെ തന്നെ ഞാൻ ആ കളി വിട്ടു കൊടുക്കുകയാണ്. ഈ കളി അവൻ താങ്ക് യു അയച്ചായിരുന്നു വിസ്. ഞാൻ വെൽക്കം അയച്ചിട്ടുണ്ട്. അവനെവിടെയാണ്? എന്നെ കൊന്നോളൂ. അതുകൊണ്ട് അവന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചേക്കുന്നു വിസ്. അവൻ്റെ പേരെന്നാ കളി? എന്തോ BMW. BMW M4 എന്തോ. അവൻ്റെ എന്തോ പേരാണ്. അവൻ തന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. രസം കഴിച്ചിട്ടിരുന്നു. അവിടെ മോനെ ഒരു എൻ്റെ പോവും. എന്നാലും കുഴപ്പമില്ല. പാവല്ലേ, നമുക്ക് വിട്ടു കൊടുത്തേക്ക് ഒരു കളി അവന് വേണ്ടി. എന്തോ 14 കീയൊക്കെ ആണെന്ന് പറഞ്ഞു വീസ്. നമ്മളെന്നെ കൊല്ലൂ. എന്തോ ലാഗ് അടിച്ചാണ് വീസ്. സ്റ്റക്ക് ആയപ്പോൾ ഞാൻ ചത്തു. എന്താ ലാഗ് അടിച്ചാണ് വീസ്. പോയി ഇന്നത്തെ നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫൈനൽ അപ്പോൾ നമ്മൾ ആരെങ്കിലും വരുമായിരുന്നു. ഞങ്ങൾ ഫൈനലിലോട്ട് കിടക്കായിരുന്നു. ആരെങ്കിലും വരുമോ? ഫൈനൽ ജയിച്ചാൽ മതിയായിരുന്നു. ആരും വരുന്നില്ലല്ലോ. ആരോ ഒന്നും പോയോ? എന്നിട്ട് തന്നെ അന്നേരം തന്നെ പോയി. അന്നേരം തന്നെ പോയി. ആരും വരുന്നില്ല. പോയി അമ്മ 116 ലെവലുള്ള ഒരുത്തനാണ്.
ഈ കൺസ്ട്രക്ഷൻ മാപ്പിലൊരു എന്തോ ജംഷാഡ് ഉണ്ടെന്ന് അറിയാം എനിക്ക്. പക്ഷെ അരീനയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഞാൻ അടുത്ത്. പക്ഷേ ഇത് ലെവൽ 62 ആണ്. എന്നെക്കാളും പ്രോ പ്ലെയറാണ്. സാധനമായിട്ട് റെഡി എടുത്തിട്ടുണ്ട്. സ്നൈപ്പറാണ് ഗൂസ്. അയ്യോ ചത്തു കെട്ട്. നമ്മൾ വെട്ട് നല്ലപോലെ വെട്ട്. ശരിക്കും വെട്ട്. പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും പെട്ടെന്ന് ഗൂസ്. നമ്മളതിനകത്ത് ഇമോട്ട് ഇടുന്നു ഗൂസ്. ഡാൻസ് കളിക്കുന്നു. എന്നാൽ നമ്മൾ വിട്ടു കൊടുക്കാൻ പാടില്ല ഗൂസ്. നമ്മൾ മാക്സിമം നോക്കണം. പ്രത്യേകിച്ച് ഫൈനലും കൂടെയാണ്. പിന്നെ അവന് നമ്മളതിനകത്ത് ഇമോട്ട് കിട്ടും. അവൾ എന്തായാലും വിട്ടു കൊടുക്കില്ല ഗൂസ്. നമ്മൾ മാക്സിമം നോക്കണം. അവൻ എവിടെയാണെന്ന് അറിയത്തില്ല ഗൂസ്. അതാണ് ഒരു ചെറിയ പ്രശ്നം. കേൾക്കുന്നു ഗൂസ്. അയ്യോ, ഈ സ്നൈപ്പർ വെച്ച് ഒറ്റയടിക്ക് നമ്മളെ കൊല്ലുവാണ് ഗൂസ്. അയ്യോ, ഇപ്പം ചെത്തേനെ ഗൂസ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അതെല്ലാം മറക്കാണ്ട് തന്നെ ചെയ്തേക്കണേ. ദേഹം പോന്നു. ഇപ്പം നമ്മൾ ചെത്തേനെ. ഓ, ഇവിടെ ഭിത്തി എന്തിനാണോ കൊണ്ടുവച്ചത്. ചെത്ത് വീസ്. ഓ ഇല്ല വീസ്. ഓ 50 ഡാമേജ് കൊടുത്തിട്ടുണ്ട് വീസ്. കുഴപ്പമില്ല, നല്ല ഡാമേജ് കൊടുത്തു. ഓ, അവനെന്താ നിൽക്കുന്നില്ലല്ലോ, ഓടിക്കൊണ്ടേ ഇരിക്കുക. ഒരടി കൊടുത്തിട്ടുണ്ട് വീസ്. ഓ, അത് കറക്റ്റായിരുന്നു ഈ ജസ്റ്റ്. ഓ, നമ്മളൊരു കളി റൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് മിസ്സായിരുന്നു വീസ്. ഒരു സെക്കൻഡോടെ നമ്മൾ ലേറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ പെട്ടേനെ. അവൻ കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വീസ്. ആരും ചെയ്തില്ല വീസ്. കൈ ആയതുകൊണ്ട് കൈൻ്റെ അപ്പോൾ കത്തമായി ഒന്നും നടന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നോട്ടിഫിക്കേഷൻ അമർത്തുക. എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഗൈസ്, ബൈ.